അമ്മ പ്രായത്തിൽ വിവാഹപ്രായമുള്ള മക്കളുള്ള അമ്മയുടെ വേഷം അണിഞ്ഞ് TV സീരിയലിൽ അഭിനയിച്ച് കയ്യടി വാങ്ങിയ നടിയാണ് രേഖ രതീഷ്. പഠിപ്പുര വീട്ടിൽ പത്മാവതി എന്ന സീരിയൽ വേഷം രേഖയ്ക്ക് നടി എന്ന നിലയിൽ നൽകിയ മൈലേജ് വളരെ കൂടുതലാണ്. അതിൽ പിന്നെ അവർക്ക് കൈനിറയെ അവസരങ്ങൾ വന്നു ചേർന്നു. TV സ്ക്രീനിൽ വികാരങ്ങൾ മിന്നിമറിയുന്ന മുഖവുമായി എത്താറുള്ള രേഖയുടെ ജീവിതം പക്ഷേ എക്കാലവും കലുഷിതമായിരുന്നു. വിവാഹജീവിതം രേഖയ്ക്ക് സുഖകരമായ അനുഭവമല്ലായിരുന്നു. ഒടുവിൽ രേഖയും മകനും മാത്രമായി. വർഷങ്ങൾ നീണ്ട ആ ജീവിതത്തിന് ശേഷം ഇപ്പോൾ രേഖയുടെ കൂടെയൊരാൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഈശ്വർ രഘുനാഥൻ. രേഖയെപ്പോലെ തന്നെ ഈശ്വരും സീരിയൽ മേഖലയിലെ താരമാണ്. രേഖയുടെ ഒപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോയിൽ വന്നതോടെ കൂടിയാണ് ഈശ്വർ ആരെന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയത്. കൂടാതെ ഈ മാസം രേഖ രതീഷിൻ്റെ ജന്മദിനമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന ക്യാപ്ഷൻ നൽകി രേഖയെ ചേർത്ത് ഇരുത്തിയ ഒരു ചിത്രം ഈശ്വർ പോസ്റ്റ് ചെയ്തു. രേഖയ്ക്ക് ആരാണ് ഈശ്വർ എന്ന ചോദ്യത്തിന് അവർ ഇനിയും മറുപടി നൽകിയിട്ടില്ല. അമ്മയും മകനും മാത്രമുള്ള ജീവിതത്തിൽ ഒരാൾ കൂടി കടന്നുവന്നോ എന്ന ആകാംക്ഷ ചില സോഷ്യൽ മീഡിയയിൽ കാണാം. തിരുവനന്തപുരം സ്വദേശിനിയായ രേഖയ്ക്ക് 4 പേർ പങ്കാളികളായിരുന്നു. 2 വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ കലാശിച്ചപ്പോൾ മറ്റൊരു പങ്കാളി മരണപ്പെട്ടു. ഏറ്റവും ഒടുവിലത്തെ ബന്ധം പിരിയുമ്പോൾ രേഖ ഒരു മകൻ്റെ അമ്മയായി മാറിയിരുന്നു. ഈ പങ്കാളിയുടെ ഒപ്പം അവർ പങ്കെടുത്ത ഒരു TV ചാനൽ കുടുംബതർക്ക പരിപാടി ഏറെ വിവാദമായി മാറിയിരുന്നു. അതിനുശേഷം പ്രേക്ഷകർ പിന്നീട് കേൾക്കുന്നത് അവർ മകൻ്റെ ഒപ്പം ജീവിതവുമായി മുന്നോട്ടു പോകുന്നു എന്ന വാർത്തയാണ്. മകനെ രേഖ മിടുക്കനായി വളർത്തുന്നുണ്ട്. കഴിഞ്ഞതിനെ കഴിഞ്ഞതായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈശ്വർ എന്ന് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോ കണ്ട് മനസ്സിലാക്കാം. പഴയതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടെന്ന എന്ന് ബയോയിൽ ഒരു പരാമർശമുണ്ട്. മുൻകാല ജീവിതത്തിൻ്റെ കാര്യത്തിലും ഇരുവർക്കുമിടയിൽ സമാനത കാണാം. നടൻ മുൻ ഭാര്യയായ ജയശ്രീയിൽ നിന്നും വിവാഹമോചനം നേടിയ വാർത്ത ഈ വർഷം പുറത്തു വന്നിരുന്നു. ഈ ബന്ധത്തിൽ ഇദ്ദേഹം ഒരു മകളുടെ പിതാവാണ്. അതുമാത്രമല്ല ഈശ്വരുമായി ബന്ധപ്പെട്ട പ്രണയ വാർത്തകളും ഗോസിപ്പ് കോളങ്ങളുടെ ഇഷ്ടവിഷയമാണ്. 2016 ഈശ്വർ സീരിയൽ നടി ജയശ്രീയെ വിവാഹം ചെയ്തുവെങ്കിലും 2 വർഷം മാത്രമേ അവർ ഒന്നിച്ചുണ്ടായിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഈശ്വറും നടി മഹാലക്ഷ്മിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നതായിരുന്നു മുൻ ഭാര്യ ജയശ്രീ പോലീസിൽ നൽകിയ പരാതി. മഹാലക്ഷ്മി പിന്നീട് രവിചന്ദറിനെ വിവാഹം ചെയ്യുകയും ഇവരുടെ വിവാഹശേഷം ഭാഷാതീതമായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. മഹാലക്ഷ്മിയും താനും സുഹൃത്തുക്കൾ മാത്രമെന്നും ജയശ്രീ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറുവാദം. തമിഴ്നടി ദിവ്യ ശ്രീധറിൻ്റെ വിവാഹമോചനത്തിൽ ഈശ്വറുമായി ബന്ധമുണ്ടെന്ന ആരോപണമുണ്ടായിരുന്നു. ചില ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവന്നു. മറ്റു ചില സീരിയൽ നടിമാരുമായും നടന് അടുപ്പമുണ്ടെന്ന ആരോപണങ്ങൾ തലപൊക്കി. 5 വർഷം നീണ്ട കോടതി വ്യവഹാരത്തിനൊടുവിലാണ് ഈശ്വർ വിവാഹമോചനം നേടിയത്. ഇനി അഭിനയത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം.